ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ ഇന്ന് നോമ്പ് വന്നിട്ട് 6 പിന്നെ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ പൊലച്ചക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊലച്ചക്ക് വീഡിയോ എടുത്തില്ല. ഇനി നമ്മൾ കുക്കിങ്ങിൻ്റെ അതേപോലെ നോമ്പ് തുറൻ്റെ ഒക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും അത്താഴം ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും മടുപ്പാവൂലേ അല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരത്തെ പരിപാടികൾ കാണിച്ചു തരാന്നുള്ളത്. അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാൻ പറയും. പോവാ. അപ്പോൾ എന്താ ചെയ്യണ്ടേ? മാമിൻ്റെ യൂട്യൂബ് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, മറത്തല്ലേ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാല് മന്തിയാണ് കേട്ടോ. ചിക്കൻ മന്തിയാണ്. അപ്പോൾ ചിക്കൻ മന്തി ആയതുകൊണ്ട് തന്നെ പലഹാരങ്ങളൊന്നും നമ്മൾ ഒരുപാട് ഉണ്ടാക്കണില്ല. ജസ്റ്റ് ഒരു കായ്പോള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസും നാരങ്ങ വെള്ളം കലക്കിയിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫോർക്ക് വെച്ചിട്ട് എന്താ പറയുക കുത്തി സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിയിലയും ക്യാപ്സിക്കും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വെള്ളമില്ലാത്തൊരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ കുക്കർ മന്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. നോക്കിയിട്ട് ഒരു എയിമ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം മല്ലിയിലൊക്കെ ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ഇട്ടു. പിന്നെ നമ്മൾ ക്യാപ്സിക്കം, ഇത് 2 ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മന്തി മസാല ഇടണം. മന്തി മസാല എടുക്കട്ടെ. അപ്പോൾ കുറച്ച് മന്തി മസാല ഇടുന്നുണ്ടേ. ഓക്കെ, കുറച്ച് മന്തി മസാല, പിന്നെ ഒരു 2 മാഗി ക്യൂബ്, 2 മതിയാവുമെന്ന് വിചാരിക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചതച്ചിടാം. ഓക്കെ, ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ കായ്പോള ഇവിടെ എത്താത്ത റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. കായ്പോളൻ്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനും മാത്രമേ ഉള്ളൂ. കുറച്ച് ഫ്രൂട്ട്സും മുറിച്ചിടണം. തൈ കാച്ചുണ്ടാവോ അത് ഉമ്മ വന്നാലേ അറിയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മന്തിൻ്റെ ബാക്കി പരിപാടി വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി, ഒരു 3 തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടി ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം കേട്ടോ. മട്ടപ്പറ്റ് പിന്നെ അയാൾ നോക്കണോ? അയാൾ നോക്കണം. അല്ല, ഇത് നമുക്ക് കുഴിച്ചിടാനുള്ള, എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ കൃഷി ഉണ്ടാക്കാനുള്ള ഉമ്മ നെച്ചുമ്മ എടുത്തച്ചാണേ. അതുകൊണ്ട് ഉമ്മ കണ്ടോ. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കശ്മീരി പൗഡറൊക്കെ ആഡ് ചെയ്യാം, കളർ ആഡ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مضار. ഓക്കെ, അപ്പം നമ്മൾ മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊരു അരമണിക്കൂർ അങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചോറിൻ്റെ സെറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ ഒരു കാര്യം നൈസായിട്ട് മറന്നു പോയിട്ടോ, വേറൊന്നല്ല, ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇടണേ. ഒരു ഉണക്ക നാരങ്ങ അവിടെ കിടക്കട്ടെ. കേസ് ഇവിടെ ഉമ്മൻ്റെ സ്പെഷ്യൽ തരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതും കുക്കറിൽ. ശരിക്കതാ, കുക്കറിൽ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം നിന്നോട് ചോദിക്കാം. അപ്പം ഞാൻ പറഞ്ഞു നല്ലതാ, ഉണ്ടായിക്കോ. അപ്പം അതാ നെയ്യ് ഒഴിച്ച് ചെറിയുള്ളി ഇട്ട് വയറ്റി എടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് എടുത്തില്ലല്ലോ അമ്മ, അണ്ടിപ്പരിപ്പ് ഇല്ലേല് പുതിയതെടുക്കണം. ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വരാം കേസ്, അതുവരെ അത് വയറ്റട്ടെ. എന്നിട്ട് ഇതാ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽമ പാലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് പാലിൽ വെള്ളം മിക്സ് ആക്കിയിട്ടതാണ്, അത് ഇടുന്നുണ്ട്, അത് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാനാണ് ഉമ്മ പറയുന്നത്. വെള്ളം എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പാലെടുക്കും, കുറച്ച് പാലെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിക്കും. അത് രണ്ടാം പാലും. പിന്നെ വെറും പാലായിട്ട് ഒന്നാം പാലും ഒഴിക്കും കേട്ടോ. സാധാരണ നമ്മൾ തേങ്ങാപ്പാലും ഉണ്ടാക്കല്, ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ നമ്മൾ അതിലൊരു പൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പഞ്ചസാര ഇടും. ഇവിടെ നമ്മളെ മന്തിൻ്റെ വെള്ളം തിളക്കാനായിട്ടുണ്ട്, വേഗം അതിൽ ഉപ്പും അതേപോലെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കണം. ഇനി കുറച്ച് പഞ്ചസാര ഇടാണ്. പഴയ ആൾക്കാരാണേ, അവർക്ക് സുമാറ് കണക്കാണ്. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ഉമ്മ താട്ടോ പറയല്, നമ്മക്ക് ഇത് സ്പൂണൊന്നും ആവശ്യമില്ല, ഇത് നമുക്ക് സുമാറ് കണക്കാണ് മക്കളെ, അങ്ങനെ പറയല്. ഇനി നമ്മൾ തരിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണേ. ഒരു സ്പൂണ് അല്ല, ഒരു കരണ്ടി 2 കരണ്ടി തരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മതി. ഇത് മിക്കവാറും ഫുള്ള് കുടിക്കലും ഉമ്മ തന്നെയാണ്. ഇവിടെ ആരും കുടിക്കലില്ല തരി, ഉമ്മക്ക് തരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തരി ഉമ്മ തറാവി കഴിഞ്ഞാൽ ഒരു കുടി കുടിക്കും, തറാവിക്ക് പോണതിന് മുന്നേ ഒരു കുടി കുടിക്കും, അങ്ങനെയാണ് കുടിക്കാറ്. ഇനി അതിനെ മിക്സ് ചെയ്യുന്നു. ഇവിടെ അതാ ഒരു അണ്ടിപ്പരിപ്പ് കള്ളേ. എന്താണ് ഈ നോമ്പ് എടുക്കാൻ അണ്ടിപ്പരിപ്പ് നിന്ന് എടുക്കാണ് അല്ലേ? നീ ഇങ്ങോട്ടോക്കെ, ഇനി എന്താ തരുന്നേ? അപ്പൊ കേസ് നമ്മളെ വെള്ളം തിളക്കാനായിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിടാം, നമ്മള് നെയ്ച്ചോറിന് ഇടുന്ന പോലെ തന്നെ. കുറച്ച് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മുട്ട കായപ്പോളാണല്ലേ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിടാം. അത് രസം, അത് തിന്നൂലമ്മ, എനിക്ക് ഇഷ്ടല്ലേ. ഉപ്പിടാം, അത് അങ്ങനെ തന്നെ രസമുള്ള തന്നെ പോകുള്ളൂ കേട്ടോ. ഉപ്പിടാം, ഒരു സുമാർ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് എന്താ അവസ്ഥ എന്നറിയില്ല. ഓക്കെ, ഉപ്പിട്ടിട്ട് ഇനി ഒരു ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇടാം. ഉണക്ക നാരങ്ങ കേട്ടോ, ചെറുനാരങ്ങ എന്നായിപ്പോയി. ഇനി കുറച്ച് പട്ട കറാമ്പൂ ഇടാം. അപ്പോൾ കുറച്ച് പട്ട, ഒരു ഇല, പിന്നെ ഒരു ഫസ്റ്റ് ഇട്ട ഗ്രാമ്പു കേട്ടോ. ഇത് പട്ട ഒരു 2 കഷ്ണം മതി. ജ്യൂസിന് മാങ്ങണ്ട്. പട്ട ഇട്ടിട്ടുണ്ട്. അപ്പൊ അതാ പട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളക്കട്ടെ. ഇത് തിളച്ചാൽ നമ്മൾ അരി കഴുകി തീയിലേക്ക് ഇടാം. ഒരു 3/4 വേവായാലും വാർത്ത. ഇതാണ് പരിപാടി. അപ്പൊ നമ്മളെ തരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൽ നമ്മൾ ഒന്നാം പാലെന്ന രീതിയിൽ ഫസ്റ്റ് പാല് പാരും, വെള്ളം ഒഴിക്കാത്ത പാല്. തേങ്ങ ഉണ്ട്, പക്ഷെ തേങ്ങ ചേർന്നാൽ ആവതി ഇവിടെ ആർക്കും ഇല്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആരും തേങ്ങ ഇട്ടിട്ടില്ല, പാലൊഴിച്ചിട്ട് ഒപ്പിക്കാടെ. അപ്പൊ പാലൊഴിക്കുന്നുണ്ട്. കുറെ ഒന്നും വേണ്ട, കുറച്ച് പാല് മതി എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ പാലൊഴിക്കുക. ഓക്കെ, ഇനി ഇത് തിളച്ചാല് ഇറക്കി വെക്കാം, അത്രേ ഉള്ളു ഗൈസ്. തരിയൊക്കെ സിമ്പിളാണ്, കുടിക്കാൻ ആളുണ്ടാവണമെന്നേ ഉള്ളൂ. അപ്പൊ തരി സെറ്റ് ആയിട്ടുണ്ട്. ഡോണ്ട് ടച്ച്. അപ്പൊ നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ടേ, അരി ഇടാം. അപ്പൊ നമ്മൾ അരി ഇടാണേ. അപ്പൊ നമ്മളിവിടെ നമ്മളെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണേ. അപ്പൊ നമ്മളെ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. നിരപ്പാക്കി വെച്ചു കൊടുക്കാം കേട്ടോ, മേലെ വെക്കുന്നില്ല.
എന്നിട്ട് നമുക്കൊരു ഫുൾ ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് തിരിച്ചിട്ട് സിമ്മിലാക്കാം കേട്ടോ. سأكون أنا مثلي تماما هذا أنا فقناعتي تكفيني ذاك يقيني لا 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 نحتاج المال. അപ്പൊ ഗൈസ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ എന്തോ കറണ്ട് പോയി. 3-4 മിനിറ്റേ ഉള്ളൂ കേട്ടോ. കറണ്ട് പോയി ഗൈസ്, അങ്ങനെ കറണ്ട് പോയി. അപ്പൊ അങ്ങനെ കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയം, ഇന്നലെ അല്ല മെഞ്ഞാന്നും ഇതേ സമയത്താണ് കറണ്ട് പോയത്. മണ്ണിൽ തുറുമഴ പെയ്യുന്നുണ്ട്, മണ്ണിൽ തുറുമഴ പെയ്യുന്നുണ്ട്, ഒരാളോ തന്നെ വീണെ പോ. ഇനി എല്ലാരും നോമ്പ് തുറന്നോന്നറി പോയിട്ട്. ഇല്ലാതെ ധൂമുണ്ടോ? പോയി നോമ്പ് തുറക്കി പറയും. പോയി ധൂമ്പൂത്തോ? അയാനും നോമ്പ് തുറക്കട്ടെ. അയാൾ ധൂമ്പൂത്തത്തെ ഇനി വയ്യ മന്തി തിന്നണല്ലേ. മഴ വണ്ടി തരണം. ബൈ. ബൈ. كي نزداد